Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BCom, BBA, BA, BSc തുടങ്ങിയിട്ടുള്ള എല്ലാ സെക്കൻഡ് ലാംഗ്വേജ് കോഴ്സുകളിലും മൂന്നാമത്തെ മൊഡ്യൂള് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത് വിവർത്തനാണ്. അപ്പോൾ വിവർത്തനത്തിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഇന്ന് എടുക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ്. അതായത് വിവർത്തന രീതികൾ, യന്ത്രവിവർത്തനം, വിവർത്തനത്തിലെ പൊതുതത്വങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് മാത്രമല്ല പിന്നെ നമ്മളിപ്പോൾ BAൻ്റെ ചാപ്റ്റേഴ്സ് ആണെങ്കിലും BComൻ്റെ ചാപ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസ് ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് വിവർത്തന രീതികളെക്കുറിച്ചാണ്. വിവർത്തനത്തിൽ പലതരത്തിലുള്ള രീതികളുണ്ട്. അതായത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു സ്രോതഭാഷ, ലക്ഷ്യഭാഷ. സ്രോതഭാഷ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഏത് ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്യുന്നുവോ അതാണ് സ്രോതഭാഷ അല്ലെങ്കിൽ സ്രോതപാഠം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഏത് ഭാഷയിലേക്കാണോ വിവർത്തനം ചെയ്യുന്നത് അതിന് നമ്മൾ ലക്ഷ്യഭാഷ അല്ലെങ്കിൽ ലക്ഷ്യപാഠം എന്ന് പറയും. അപ്പോൾ ഈ സ്രോതപാഠവും ലക്ഷ്യപാഠവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അനുസരിച്ച് രണ്ട് രീതിയിൽ വിവർത്തനം നടത്താറുണ്ട്. ആദ്യത്തെ വിവർത്തന രീതിയുടെ പേരാണ് രൂപതുല്യത അല്ലെങ്കിൽ ഫോമൽ എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലഭാഷയിലെ, അതായത് നമ്മൾ ഏത് ഭാഷയിൽ നിന്നാണ് വിവർത്തനം ചെയ്യുന്നത് ആ ഭാഷയുടെ പേരാണ് മൂലഭാഷ എന്ന്. അപ്പോൾ ആ ഭാഷയിലെ പദങ്ങളും വാക്യങ്ങളും അലങ്കാരങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നിർവഹിക്കപ്പെടുന്ന വിവർത്തനമാണ് രൂപതുല്യത എന്ന് പറയുന്നത്. അതായത് വാക്കിന് വാക്ക്, വാക്യത്തിന് വാക്യം, ഈ രീതിയിലുള്ള ഒരു വിവർത്തനം. ഇതിൽ മൂലകൃതിയുടെ പരമാവധി വിശ്വസ്തത പുലർത്താനുള്ള ശ്രമം ഈ രീതിയിൽ ഉണ്ടാവാറുണ്ട്. അടുത്ത വിവർത്തന രീതിയാണ് ചലനാത്മക തുല്യത എന്ന് പറയുന്നത്. അതായത് ലക്ഷ്യഭാഷയുടെ സംസ്കാരത്തിന് ഇണങ്ങുന്ന വിധത്തിൽ തികഞ്ഞ സ്വാഭാവികതയോടുകൂടി നിർവഹിക്കപ്പെടുന്ന വിവർത്തനാണ് ഇത്. സ്രോതഭാഷയുടെ സാംസ്കാരിക വിശേഷങ്ങൾക്ക് ഇവിടെ പ്രാധാന്യമില്ല. സ്രോതഭാഷ എന്ന് പറയുന്നത് നമ്മൾ ഏത് കൃതിയിൽ നിന്ന് വിവർത്തനം ചെയ്യുന്നോ അതാണല്ലോ സ്രോതഭാഷ. അപ്പം അതിലെ സാംസ്കാരികമായിട്ടുള്ള വിശേഷങ്ങൾക്കല്ല ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് ലക്ഷ്യഭാഷയുടെ സാംസ്കാരിക സവിശേഷതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അടുത്തൊരു വിവർത്തന രീതിയാണ് യന്ത്രവിവർത്തനം. അതായത് കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വിവർത്തനം ചെയ്യുന്ന രീതിയാണ് യന്ത്രവിവർത്തനം അഥവാ കമ്പ്യൂട്ടർ വിവർത്തനം എന്ന് പറയുന്നത്. 1933 സ്മിർനോവ് ട്രോജൻസ്കിയാണ് ഈ ഒരു വിവർത്തനം കൊണ്ടുവന്നത്. ഈ ഒരു വിവർത്തനം എന്ന് പറയുന്നത് സൈനിക കോഡുകൾ അപഗ്രഥിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. 1954 ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരം ഒരു സംവിധാനം വിജയപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. 1970 ആയപ്പോഴേക്കും യൂറോപ്പിലും റഷ്യയിലും യന്ത്രവിവർത്തനം സജീവമായിട്ട് ഉണ്ടായി. ഈ യന്ത്രവിവർത്തനത്തിന് ചില പരിമിതികളുണ്ട്. ഒന്നാമത്തേത്, വിവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിന് നിരവധി ഉപകരണങ്ങൾ ആവശ്യമാണ്. ഉദാഹരണമായിട്ട് ദ്വിഭാഷാ നിഘണ്ടു, വ്യാകരണ നിയമങ്ങൾ, വാക്യഘടന രീതികൾ തുടങ്ങിയവയൊക്കെ. രണ്ടാമത്തേത്, നിയതാർത്ഥമുള്ള പദങ്ങളെ വിവർത്തനം ചെയ്യാൻ സാധിക്കൂ. 3, കവിത പോലെ ധ്വനിപ്രധാനമായ രചനകൾ വിവർത്തനം ചെയ്യാൻ കമ്പ്യൂട്ടർ വിവർത്തനത്തിൽ പറ്റില്ല. 4, യന്ത്രവിവർത്തനത്തിന് ശേഷം പോസ്റ്റ് എഡിറ്റിംഗ് നടത്തേണ്ടി വരുന്നു. 5, ലളിതവാക്യങ്ങളും പ്രാദേശിക പദങ്ങളും യന്ത്രതർജ്ജമയ്ക്ക് വഴങ്ങില്ല. 6, പര്യായ പദങ്ങൾ സ്വീകരിക്കുമ്പോഴും സങ്കീർണത ഉണ്ടാക്കുന്നു. അടുത്ത രീതിയാണ് വിവർത്തന പുനഃസൃഷ്ടി എന്ന് പറയുന്നത്. വിവർത്തനം അനുവാചക മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ അത് ലക്ഷ്യഭാഷയുടെ സ്വഭാവത്തിന് ഇണങ്ങുന്ന വിധത്തിൽ അവതരിപ്പിക്കണം. ഒരിക്കലും വിവർത്തന ചുവ ഉണ്ടാവരുത്. അതായത് ഇത് വിവർത്തനം ചെയ്താണെന്ന് നമുക്ക് ഒരിക്കലും തോന്നരുത് എന്നാണ് പറയുന്നത്. വിവർത്തനം എന്നത് അനുകരണമല്ല, മറിച്ച് ഭാഷയും സംസ്കാരവും മറ്റൊരാളിലേക്ക് സംവേദനം ചെയ്യുന്നത്. ഈ ആശയവിനിമയത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അനുവാചകൻ്റെ പ്രതികരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സ്രോതഭാഷയിലെ അനുവാചകൻ്റെയും ലക്ഷ്യഭാഷയിലെ അനുവാചകൻ്റെയും പ്രതികരണങ്ങൾ ഏറെക്കുറെ തുല്യമായി കഴിഞ്ഞാൽ ആ വിവർത്തനം വിജയിച്ചു എന്നർത്ഥമാക്കാം. അപ്പോഴാണ് ആ വിവർത്തനം ഒരു പുനഃസൃഷ്ടിയായിട്ട് തീരുന്നത്. അടുത്ത രീതിയാണ് ലിപ്യന്തരണം. ഒരു ഭാഷ മറ്റൊരു ഭാഷയുടെ ലിപിയിൽ എഴുതുന്ന പ്രക്രിയയാണ് ലിപ്യന്തരണം. ഈ പ്രവർത്തനത്തിൽ ലിപി മാത്രമേ മാറുന്നുള്ളൂ, ഭാഷ മാറുന്നില്ല.
ഉദാഹരണമായിട്ട് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയുന്നു. ഇതേ വാക്ക് തന്നെ മലയാളത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിന് ലിപ്യന്തരണം എന്ന് പറയാം. ഇവിടെ ലിപിയാണ് മാറിയത്, ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ്. അടുത്ത രീതിയാണ് പിൻപരിവർത്തനം, ബാക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഒരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പദത്തെയോ പ്രയോഗത്തെയോ അല്ലെങ്കിൽ ഒരു പാഠത്തെയോ ആശ്രയിക്കാതെ തിരിച്ച് അതേ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന പ്രക്രിയ. ഇനി നമുക്ക് വിവർത്തകന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇരു ഭാഷകളിലുള്ള പ്രാവീണ്യം, അതായത് ഒരു വിവർത്തകന് 2 ഭാഷയെയും കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. അടുത്തത്, വിവിധ വിഷയങ്ങളിലുള്ള പാണ്ഡിത്യം, അതായത് എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് ആ വിവർത്തകന് ഉണ്ടായിരിക്കണം. 3, ആത്മാർത്ഥത. 4, വിഷയബോധം. 5, പരിശ്രമം. 6, സഹൃദയന്റെ ഹൃദയവുമായി ബന്ധം സ്ഥാപിക്കുക. 7, പരിപൂർണമായ ശ്രദ്ധ വേണം. ഇതൊക്കെയാണ് ഒരു വിവർത്തകന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. ഇനി നമുക്ക് വിവർത്തനത്തിന്റെ പൊതുതത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, മൂലപാഠത്തിന്റെ രൂപഘടന പാടെ തകർക്കാതിരിക്കുക. അതായത് ഏതൊരു കൃതിക്കും അതിൻ്റെതായ രൂപഘടനയുണ്ട്. കഥ, കവിത, നാടകം, നോവല് തുടങ്ങിയിട്ടുള്ള സാഹിത്യ വ്യവഹാരങ്ങൾ അവരുടെ രൂപഘടനകൾ കൊണ്ട് തന്നെ തിരിച്ചറിയാൻ പറ്റും. അതുകൂടാതെ എഴുത്തുകാർ അവരുടെ കൃതികളെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന ചില മുദ്രകൾ ഉണ്ടാവും. മൂലകൃതിയുടെ ഇത്തരം സ്വഭാവ സവിശേഷതകൾ നമ്മൾ വിവർത്തനം ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോവരുത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത്, മൂലപാഠത്തിൻ്റെ ദർശനം മാറ്റിമറിക്കാതിരിക്കുക. അതായത് മൂലകൃതിയുടെയും ഗ്രന്ഥകാരൻ്റെയും ദർശനങ്ങൾ ഉൾക്കൊള്ളാതെ വിവർത്തനം നടത്തുന്നത് ഒരിക്കലും പരിപൂർണ വിവർത്തനത്തിൽ എത്തില്ല. ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്ന കവിത സ്ത്രീ വിമോചന ആശയത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് മനസ്സിലാക്കാതെ നമ്മൾ വിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് വെറുതെ ആയിപ്പോവും. അതാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത്, മൂലപാഠാംശങ്ങൾ മുഴുവനായും പരിഭാഷപ്പെടുത്തുക. അതായത് പരിഭാഷയിൽ പലപ്പോഴും തടസ്സമാകുന്ന പദങ്ങളും വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നത് ശരിയാണ്. അവ കൃതിയുടെ ജൈവഘടനയ്ക്ക് വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല എങ്കിൽ വിവർത്തകന്മാർ പൊതുവെ അവയൊക്കെ ഉപേക്ഷിക്കും. എന്നാൽ പാഠാംശങ്ങൾ വിട്ടുകഴിഞ്ഞാൽ അത് ഒരു കൃതിയുടെ പരിപൂർണ വിവർത്തനത്തിലേക്ക് എത്തില്ല. അത് ഭാഗികമായ വിവർത്തനമേ ആവുള്ളൂ. അപ്പോൾ അത് ഉണ്ടാവരുത്. അതായത് ഏതൊരു ഭാഷയാണെങ്കിലും അതിന് വ്യക്തമായൊരു വിവർത്തനം നമ്മൾ ലക്ഷ്യഭാഷയിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അടുത്തത്, സ്രോതപാഠത്തിൻ്റെ അർത്ഥവും ആശയവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ലക്ഷ്യഭാഷയുടെ തനത് ശൈലിയിൽ ആവിഷ്കരിക്കുക. ഇതിൽ പറയുന്നത് മൂലഭാഷയിൽ നിന്നും ലക്ഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ലക്ഷ്യഭാഷയുടെ ശൈലിയിലേക്ക് അത് മാറ്റണം. ഇംഗ്ലീഷ് ഭാഷയുടെ ശൈലിയല്ല മലയാളത്തിനുള്ളത്, അത് നമ്മൾ ഓർക്കണം. അതായത് വാക്യഘടനയിൽ തന്നെ അതിൽ വ്യത്യാസമുണ്ട്. ഭാഷ ഉൾക്കൊള്ളുന്ന സംസ്കാരത്തിലും ഈ ഒരു വ്യത്യാസം ഉണ്ടാവും. ഈ കാര്യങ്ങൾ പരിഗണിച്ച് വിവർത്തനം നടത്തണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ തത്വം, ഒരേ ഗോത്രത്തിൽപ്പെടുന്ന ഭാഷകളും സമ്പർക്ക ഭാഷകളും പരസ്പരമുള്ള വിവർത്തനത്തിൽ മൂലപാഠ പദകോശം കഴിവതും നിലനിർത്തുക. ഇവിടെ പറയുന്നത് ലോകത്തിലുള്ള പല ഭാഷകളും പല ഗോത്രത്തിൽപ്പെട്ടവയാണ്. ഉദാഹരണമായിട്ട് ഇൻഡോ യൂറോപ്യൻ, ദ്രാവിഡ ഗോത്രം, സെമിറ്റിക് തുടങ്ങിയിട്ടുള്ള ഗോത്രങ്ങളുണ്ട്. ഫ്രഞ്ച്, ജർമ്മൻ, ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, റഷ്യൻ തുടങ്ങിയ ഭാഷകൾ വിദേശ ഭാഷകൾ. ഹിന്ദി, മറാഠി, ഗുജറാത്തി, പഞ്ചാബി, ബംഗാളി തുടങ്ങിയ ഇന്ത്യൻ ഭാഷകൾ ഇതൊക്കെ ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിലാണ് പെടുന്നത്. അതുപോലെ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, തുളു തുടങ്ങിയ ഭാഷകൾ ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ടവയാണ്. ഇത്തരത്തിൽ ഒരേ ഗോത്രത്തിൽപ്പെട്ട ഭാഷകൾക്ക് ഒരു പൊതുവായ സംസ്കാരം ഉണ്ടാവും. അതുകൊണ്ട് അവ തമ്മിലുള്ള വിവർത്തനത്തിന് താരതമ്യേന എളുപ്പം കൂടുമെന്നാണ് പറയുന്നത്. സ്രോതഭാഷയിലെ ഒരു പദത്തിന് ലക്ഷ്യഭാഷയിലും അതേ അർത്ഥമാണ് ഉള്ളതെങ്കിൽ പരിഭാഷയിലും അത് തന്നെ നമുക്ക് സ്വീകരിക്കാം. വേറൊന്നുമല്ല, ഒരേ ഗോത്രത്തിൽപ്പെട്ട ഭാഷകൾ തമ്മിൽ വിവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് എളുപ്പമാവും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൽ ഒരുവിധം എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ എക്സാമിന് മുമ്പേ ഞാനൊരു ക്ലാസ് വെക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കണ്ടാൽ മാത്രം മതി നിങ്ങൾ പാസ്സാവാൻ. ആ കാര്യം ഞാൻ ഉറപ്പ് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഉടനെ ചെയ്യും. ഇപ്പോഴല്ല, എക്സാമിൻ്റെ അടുത്താണ് ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസ്സുകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.